ആയിഷ, ഞാൻ പോവാടി. ഞാൻ പോവാ. എടാ എൻ്റെ വീടല്ലേ എൻ്റെ വീടാ, വഴി മാറിയാ പോടാ. മൃഗേഷേ, എന്താടാ നീ ഒരു കാര്യം ചെയ്യും, ആ വീപ്പക്കൂറ്റിൻ്റെ അടുത്ത് ആലോചനയുണ്ട്, അടിച്ചു കിടന്നു എൻ്റെ ആൾക്കാരായിട്ട് കാര്യമുണ്ട്. എന്താടാ നേരം എടുക്കണ്ട ബാബു. ആ ശരി, പാരാത്രി എൻ്റെ മുണ്ട് ആ ഞാനും കഴിച്ചു. നമ്മളെല്ലാം വർഷങ്ങളായിട്ട് വിഷം കഴിച്ചു. അത് നല്ല തരിപ്പുണ്ടാവൂല്ലേ? എടാ വയറ് പുകയുന്നടാ. എടാ മൃഗേഷ, എന്നെ ആശുപത്രി കൊണ്ടുപോടാ ബാബു. എടാ നീ കാര്യമായിട്ടാ പറഞ്ഞേ? ചതിച്ചല്ലടാ. എന്തൊരു വിഷാടിച്ചത്? ആ, എന്തെല്ലാം കലക്കി കുടിച്ചത്? കൊള്ളാം കേട്ടാ. അപ്പുറത്ത് കിടക്കണ അയാളെ കണ്ട അങ്ങേരി എമ്മച്ചിലാണ് വിഷം കലക്കി കുടിച്ചത്. എന്നിട്ട് ഇപ്പൊ അമ്മച്ചിയെന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് കിടക്കണം. ഒരു കാര്യം ചെയ്, കുറെ വെള്ളം അങ്ങ് കുടിക്കി, മൊത്തം ഛർദി ചിഞ്ഞ് പോരട്ട്. ആ, കുറച്ചും കൂടി ഛർദിക്കിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കും കേട്ടാ. കൂടെ ആരെങ്കിലും വന്നാ എന്തൊരു പുറത്തുണ്ടാ? ആ ആ ആ ശരി. സിസ്റ്ററെ കുറെ വെള്ളം കുടിക്കും കേട്ടാ. നിങ്ങൾ ബ്രിഗേഷിന്റെ കൂടെ വന്ന അയാൾ എന്തിനു വിഷം അടിച്ചത്? ഒന്നും പറയാണ്ടൊക്കെ നല്ല. അതായത് ഇതുവരെ കല്യാണം കഴിച്ചിട്ട് പെണ്ണ് കിട്ടണ്ടേ, 10 വയസ്സായി. അപ്പൊ എലിവേഷൻ എടുത്ത് കഴിച്ചു. അതിനൊക്കെ ഇപ്പൊ പ്രശ്നം എന്തര്? എനിക്ക് കിട്ടിയില്ലല്ലേ ഇതൊരു ചെറുക്കന്. ഓ, ഗവൺമെന്റ് പണി ഉണ്ടായിട്ട് കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഞാനും കഴിച്ചിട്ട. അതെന്തരെന്നറിയാമോ? ജ്വാത്സ്യന്മാര് പറയണത് എന്തര് എന്റെ ചൊവ്വയില് ശുദ്ധം കേറിപ്പോയെന്ന്. കറക്റ്റാണ്, കേറിയിട്ടുണ്ടാവും ചിലപ്പോ. ഓനിപ്പോ എങ്ങനെയുണ്ട്? ആ, കുഴപ്പമൊന്നുമില്ല. നാളെ ചിലപ്പോ നമ്മള് വാർഡിലോട്ട് മാറ്റും. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, കിടക്കാൻ ബെഡൊന്നും കിട്ടൂല. ഒന്നും വേണ്ട, ഞാൻ ഇടം കിടന്നോളാം. അയ്യ, നിങ്ങൾക്ക് കിടക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ രോഗിയുടെ കാര്യമാണ് പറഞ്ഞത്. വേണമെങ്കിൽ വെളിയിൽ നിന്ന് പാവെല്ലാം വാങ്ങിച്ചോണ്ടോ തറയിൽ വിരിച്ചെങ്കിലും കിടക്കാം. ഓൻ വിഷം കഴിച്ചു വെച്ചാൽ രാജകീയ പദവിയിലാണ്. ഓനക്ക് രാജാവാ. അതുകൊണ്ട് തറയിൽ കടത്താൻ പറ്റില്ല. എനിക്കെന്തൊരു ചേച്ചിനെ ഇപ്പൊ വിളിക്കാം. വല്ലാത്ത സ്വഭാവമാണല്ലോ. നോക്കട്ടെ, ഞാനിപ്പോ വിളിക്കാം. ചേച്ചിനെ വിളിക്കട്ടെ. കനലെറിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. ചേച്ചി, ബ്രിഗേഷ് പണി പറ്റിച്ച്. എന്താടാ, ഓന് പെണ്ണ് കിട്ടിയ? ഓൻ വിഷം കഴിച്ച്. ആണോ? എപ്പോ? ഞാനിവിടെ ഒറ്റക്കാന്ന്. ഇനി ഓൻ്റെ അളിയനെ വിളിച്ചു പറ. ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞല്ലേ കിട്ടുള്ളൂ. പോസ്റ്റ്മോർട്ടം നമുക്ക് പിന്നെ ആക്കാം. ആദ്യം വേണ്ടത് കിടക്കാനൊരു ബെഡ്, അതെങ്കിലും തരാൻ വേണ്ടി പറ. അപ്പൊ ഓൻ ചത്തില്ലേ? ഓൻ ചാവാൻ വേണ്ടി തന്നെ വിഷം കഴിച്ച്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഓൻ വാള് വെച്ച് ഇവിടെ കിടന്ന് ഓൻ ചാവും. ശരി, കട്ടിൽ വേണമെങ്കിൽ ഞാൻ സൂപ്രണ്ടനെ വിളിച്ചു പറയാം. അല്ലേ വേണ്ട,
ആ ഫോൺ നഴ്സിൻ്റെ അടുത്ത് കൊടുക്ക്. ഇനിയെല്ലാം സിസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഇപ്പം കൊടുക്കാം. ആ സിസ്റ്റർ ഒറ്റ മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നേ. വേമ്പാ വഞ്ചേച്ചി ഓറ് പറയും. ആ ആ ഞാൻ ചാത്തോത്ത് ബ്രാഞ്ച് സെക്രട്ടറി KP വനജയാ. തള്ളേ പൊളപ്പ് തന്നെ സെക്രട്ടറിയാ പറയും എന്തര്. ആടെ വിഷം കഴിച്ചു വന്ന ബ്രിഗേഷ് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാ. ഓനാടെ കിടക്കാൻ കട്ടിലില്ലാന്നൊരു പരാതി കിട്ടിക്കല്ലോ. നിങ്ങൾ ആ കാര്യം ഗൗരവത്തിലെടുക്കണം. അതെ, നിങ്ങൾ ചോദിക്കുമ്പോ ബെഡ് എടുത്ത് തരാനേ. ഇത് കോവള റിസോർട്ടൊന്നും അല്ല. അവനെ ചാവാൻ വിഷമടിച്ചിട്ട് വന്ന് കിടക്കണതല്ലേ, അല്ലാതെ അതിർത്തിയിൽ വെടികൊണ്ട് കിടക്കണ പട്ടാളക്കാരനൊന്നും അല്ലല്ല. നിങ്ങൾ മാന്യമായി സംസാരിക്കണം. ഈ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. ഓ ശരി, നിങ്ങൾ വിളിച്ചോളി, എന്തൊരു വേണമെങ്കിലും ആയിക്കോളി. ഓ ബെഡ് ഉണ്ടാവില്ല. ബെഡല്ലേ തരാം. ഈ ചിലച്ചു കൊടുക്കല്ലേ വൈദേ, ഞാനെവിടെയും പോയിക്കില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഓന് കൊടുക്കാം, ഓൻ കിടക്കുന്നുണ്ട്. ബ്രിഗേഷേ ഭാവിതയാടാ, ഓക്കൊരു സമാധാനമായിട്ട് വിളിക്കുന്ന. ഈ 2 വർത്തമാനം പറഞ്ഞോളോട്. ഭാവി ബ്രിഗേ, നിന്റെ നീല ഷെഡ്ഡി എവിടെയല്ലാന്ന് കാണുന്നില്ലല്ലോ. ഹലോ, ചക്കൻ കട്ടാക്കി. ഓളെന്നാ പറഞ്ഞേ? കുന്തം. എപ്പം നിങ്ങൾ ആരെങ്കിലും അവനോട് നല്ല വാക്ക് പറഞ്ഞിക്കാ. ഭൂമിക്കൊരു കൊടുത്ത് സേവിക്കാൻ നിൽക്കുന്നു. ഇതാ കോലയിൽ നായിക്കാട്ടം കൊണ്ട് പല്ലേപ്പിക്കേണ്ട സാധനം. തിന്നോ എൻ്റെ ഓകി എണീച്ച് നാരങ്ങ ഒക്കെ ആയിരുന്നു കേട്ടാ. അതിനോന് ബോധം വന്നിട്ട് വേണ്ടേ. ബ്രിഗേഷേ ഇതാരാ വന്നേ നോക്കിയാ? മോനെ മൃഗേഷേ, എനിക്ക് എങ്ങനെയുണ്ടറാ? കുഴപ്പമില്ല. ശരിയാകില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് നാളെ മുതൽ പണിക്ക് തരണേ. ഈ മാഹിയിലെ ആശ്രമത്തിലാ പണി. അപ്പോൾ അതിഥി തൊഴിലാളിയൊന്നും കിട്ടില്ലേ? പകുതി പൈസ മൂപ്പർ തന്നെ കമ്മീഷൻ എടുക്കും, പിന്നെ അവർ വരുമോ? ആ പഞ്ചേച്ചി വന്നല്ലോ. പഞ്ചേച്ചി ടെസ്റ്റെല്ലാം കഴിഞ്ഞിക്കാ, ഇനി നമുക്ക് പോയിക്കൂടാ? ഇനി ഒരു ടെസ്റ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അതിന് ഇവൻ നന്നായി സഹകരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് അല്ലട മൃഗേ, ഇനി നാടിട്ട് പോയിട്ട് എന്തെങ്കിലും ഒപ്പിച്ചിക്കുക. 21 നമ്പർ റൂമിൽ ഡോക്ടർ തരണാംശമുണ്ട്. ഓറെ ഒന്ന് കാണണം. ഓരോരു മനോരോഗ വിദഗ്ധനാ. മാനസരോഗത്തിൻ്റെ? ആ പേടിക്കണ്ട, ആത്മഹത്യ ഭീരുക്കളുടെ ലക്ഷണമാണ്. ഇവൻ ഇനി അതിന് മെനക്കെടില്ല എന്ന് ഉറപ്പുവരുത്തണമല്ലോ. അതൊന്നും കാണിച്ചില്ല. ജന്തു, നിനക്ക് എവിടുന്ന് കിട്ടിയ ബുദ്ധി? നീ എന്നെ കുറിച്ച് ആലോചന. കാറ്റ് താനെ പറഞ്ഞു അന്നേരം ആട്ടുമുട്ടി അമ്മിഞ്ഞ് അപ്പന്നെ. ബ്രിഗേഷ് വരൂ. എന്താ പേര്? കവിത. ഓൻ്റെത് ബ്രിഗേഷ്. വയസ്സ് എത്രയായി? SSLC ബുക്കിൽ 40, സത്യത്തിൽ 37 ആയിട്ടുള്ളൂ. കണ്ടാലോ എത്ര പറയല്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? എന്ത് പറയാനാ സാറേ? അല്ല, ഓൻ എന്തിന്റെ കേടുണ്ടായിട്ടാന്ന്? മനുഷ്യന്മാരാരെങ്കിലും ചെയ്യുന്ന കാര്യവും ചെയ്ത് അല്ല, ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓൻ എല്ലാത്തിനും കൂട്ടിക്കുന്ന ഓൻ്റെ അളിയനെ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണ്ട്. അതാരാ? എൻ്റെ ഓൻ. അപ്പൊ ഇതാരാ? പെങ്ങള് ബബിത, നേരത്തെ പറഞ്ഞില്ലേ? ആ, എന്നാ പെങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് വലത്തേക്ക് പോകുമ്പോ മോർച്ചറിയുണ്ട്. പേടിക്കണ്ട, അതിന്റെ തൊട്ടപ്പുറത്താ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീൻ. ഇപ്പൊ ചെന്ന് കഴിഞ്ഞാലേ നല്ല ഇലയുടെയും ചായയും കിട്ടും. ഒരെണ്ണം കുടിച്ചിട്ട് ചടേന്ന് പറഞ്ഞ് ഇങ്ങ് വരണ്ട, പതുക്കെ വന്നാ മതി. പുറത്ത് നിന്നാ മതി, ഞാൻ വിളിച്ചോളാം. ഇത് കുറച്ച് സമയം എടുക്കും. ചെല്ലു. പറ മോനെ ബ്രിഗേഷേ, എന്താ നിന്റെ പ്രശ്നം? അതിന് സാറേ നാട്ടുകാരാണ് പ്രശ്നം. ഒരാലോചന പോലും സമ്മതിക്കൂല. ഡിവോഴ്സ് ആയത്, 3 തവണ കിട്ടിയത്, 2 കുട്ടികളുള്ളത്, വിധവകള് ഒക്കെ കണ്ടു നോക്കി. എൻ്റെ ബ്രിഗേഷേ, ഈ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ തന്നോട് ആരാ പറഞ്ഞേ? അതിന് സാറ് കല്യാണം കഴിച്ചാന്നോ? പിന്നെ 10 വർഷമായി 2 കുട്ടികളുണ്ട്, സുഖമായി ജീവിക്കുന്നു. അത് ശരി, അപ്പൊ ഞാൻ കെട്ടണ്ട അല്ലേ? അത് ബ്രിഗേഷ് വന്നേ. അതായത് ഇപ്പൊ നമ്മുടെ മഹാന്മാരുടെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ലേ? ആണ്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി ജീവിതം മുഴുവൻ കല്യാണം കഴിക്കാതെയുള്ള ഉപവാസത്തിലാ.
അതൊക്കെ പോട്ടെ, നമ്മുടെ സൽമാൻ ഖാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ ആയിരിക്കണം നിന്റെ ഹീറോ. നിനക്കൊരു പെണ്ണ് കിട്ടുന്നത് വരെ. അതിപ്പോ കാമ്പറത്തെ ദിനേശൻ പീഡിപ്പണിയാ. 25-ാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടി. കൊള്ളാം. ഒറ്റമ്മ ഷൈജു ലോട്ടറി കച്ചവട 30-നുള്ളിൽ 2 തവണ കിട്ടി. മിടുക്കൻ. പോക്സോ കേസിൽ കുടുങ്ങിയ ദാസമാഷിക്ക് വരെ പെണ്ണ് കിട്ടിക്ക്. ഇവരൊക്കെയാണ് സാറേ എൻ്റെ ഹീറോ. എനിക്ക് പെണ്ണ് വേണം. അല്ല ബിഗിലെ, ബ്രിഗേഷെ പറയുന്നേക്ക്. ബ്രിഗേഷെ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, ദാറ്റ്സ് ഓൾ. നിനക്കൊരു പെണ്ണ് വിധിച്ചിട്ടുണ്ടെങ്കിൽ സമയവും സന്ദർഭം ആവുമ്പോൾ ഭൂമി പിളർന്നും തൂണ് പിളർന്നും മതിൽ ചാടിയും വരും. സമാധാനമായിട്ടിരിക്കും. ആ 2 ചായ. ദാ കഴിക്കും. ഇത് കഴിക്കും. ഇതിൻ്റെ ബാക്കി കഴിക്കാൻ എവിടെയോ ഒരു പെണ്ണ് നിന്നെയും കാത്തിരിപ്പുണ്ട്. കഴിക്കും. കഴിച്ചോ.